ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗാർലിക്കും ഇഞ്ചിയും പേസ്റ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കണം. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ നമ്മൾ മസാലയൊക്കെ പിടിക്കാൻ വെച്ചിരുന്ന ചിക്കൻ പീസുകളെടുത്ത് നമുക്ക് ഈ അപ്പച്ചമ്പിലേക്ക് വെച്ച് ഒരു 13 മിനിറ്റ് ആവി കയറ്റാം. 13 മിനിറ്റ് എല്ലാ ചിക്കൻ പീസുകളും നമുക്ക് അതിലേക്ക് അടിപൊളിയായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളെല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പെറുക്കിയിടാം. അങ്ങനെ എല്ലാ പീസുകളും നമ്മൾ പെറുക്കിയിട്ടു. ഇനി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കൻ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ നിന്ന് ഇത് കോരി മാറ്റാം. വറുത്ത് കോരിയ ആ എണ്ണയിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയതും ചെറിയ ഉള്ളിയും കുരുമുളക് പൊടിയും സ്പൈസി മുളക് പൊടിയും കുറച്ച് കരിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയൊരു പീസ് തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മസാല നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് എടുത്തിടാം. അങ്ങനെ ഫ്രൈ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഫ്രൈഡ് ചിക്കൻ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാം. അടിപൊളി രുചിയാണ്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.